ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മെഷർമെൻറ്റ് ക്ലാസ് കഴിഞ്ഞല്ലോ. അത് നിങ്ങൾ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. മെഷർമെൻറ്റ് എങ്ങനെയാണ് ഒരു ബോഡിയിൽ നിന്ന് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മെഷർമെൻറ്റിനെ കുറിച്ചും വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. ഒരു വ്യക്തിയുടെ ബോഡിയിൽ നിന്ന് നിങ്ങൾ അളവെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊന്നൊരു ഡൗട്ട് ഉണ്ടാകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് ഏതാണ്, ബെസ്റ്റ് റൗണ്ട് ഏതാണ്, ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകുന്നവരുണ്ട്. ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ രണ്ട് കൈക്കുഴി ഉണ്ടല്ലോ, ഈ കൈക്കുഴി മുതൽ അപ്പുറത്തെ കൈക്കുഴിയുടെ അടുത്തൂടെ ടേപ്പ് ഇങ്ങനെ മുതുകിലൂടെ ചുറ്റിയെടുക്കുന്നതാണ് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ പറ്റുന്നവരൊന്ന് വീഡിയോ കണ്ടു നോക്കണം കേട്ടോ, ഡൗട്ടുള്ളവർ. അപ്പോൾ അതിന് തൊട്ട് താഴെയായിട്ട്, അതായത് നമ്മുടെ നെഞ്ചിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗമുണ്ടല്ലോ, അതാണ് ബെസ്റ്റ് റൗണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ നെഞ്ചിൻ്റെ നമ്മൾ നിപ്പിൾ പോയിൻ്റ് വരുന്നൊരു ഭാഗമുണ്ടല്ലോ, ഇതിനെ ചുറ്റിയാണ് നമ്മൾ ടേപ്പ് പിടിച്ചിട്ട് ബെസ്റ്റ് റൗണ്ടിൻ്റെ അളവെടുക്കുന്നത്. ഈ ഒരു അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും നമുക്ക് ഈ അളവ് വേണ്ട. അതുകൊണ്ട് തുടക്കക്കാരായ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ അളവെടുത്ത് തന്നെ പഠിക്കുക. ചെസ്റ്റ് റൗണ്ട് എടുക്കുമ്പോൾ നിങ്ങൾ ബെസ്റ്റ് റൗണ്ടും കൂടെ എടുക്കുക. ഇത് ചെയ്ത് വരുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് ആൾക്കാരെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് എടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യം. റെഡിമെയ്ഡ് ഡ്രസ്സുകളിൽ ചെസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 16, 18 അങ്ങനെ നമ്മൾ ഒരു ഇരട്ട സംഖ്യകളാണ് പറഞ്ഞു പോകുന്നത്. 16, 18, 20 എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ ഇതിലൊരു 26 ഇഞ്ച് വരെ നമുക്ക് കുട്ടികൾക്കുള്ള കിഡ്സിനുള്ള ഡ്രസ്സാണ്. ഇപ്പം കിഡ്സിനിപ്പോൾ അത്രയും അളവ് തന്നെ, നമുക്ക് അതിൽ കൂടുതൽ അളവ് വരുന്ന കിഡ്സും ഉണ്ട്. കാരണം ഇപ്പം പണ്ടത്തെ രീതിയിലുള്ള കുട്ടികളല്ലല്ലോ, ഇപ്പം പ്രായത്തിനെക്കാട്ടിയും വളർച്ചയുള്ള കുട്ടികളാണ് കൂടുതലും വരുന്നത്. പിന്നീട് വരുന്ന അളവെന്ന് വെച്ചാൽ അഡൽട്ട്സ്, അതായത് നമ്മൾ മുതിർന്നവർക്ക് വരുന്ന അളവ് തുടങ്ങുന്നത് 28 ഇഞ്ച് മുതലാണ്. 28, 30, 32, കോമൺ ആയിട്ട് 36, 38 അങ്ങനെ ഇങ്ങനെ അളവ് പോകും. പക്ഷേ ഇതൊക്കെ ഒരു റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെ അളവാണ്. പക്ഷേ നമ്മളൊരു ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ ചിലപ്പം 17 ഇഞ്ച് വരാം, ചിലപ്പോൾ 27 ഇഞ്ച് വരാം, 29 ഇഞ്ച് വരാം. അതിനനുസരിച്ചൊക്കെ നമ്മൾ ഡ്രസ്സിൻ്റെ അളവിൽ നമ്മൾ വ്യത്യാസപ്പെടുത്തി കൊടുക്കണം. ശരീരത്തിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിതിലൊക്കെ കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ വ്യത്യാസപ്പെടുത്തി കൊടുക്കണം. ഇപ്പോൾ 28 സൈസുള്ള ഒരാൾ, 28 സൈസ് പറഞ്ഞ ഒരാൾ കടയിൽ നിന്ന് റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങിച്ചെന്ന് വെച്ചോ. പക്ഷേ അത് അയാൾക്ക് കറക്റ്റ് ആവണമെന്ന് ഉണ്ടാവില്ല. കാരണം ചിലപ്പോൾ ചെസ്റ്റ് കറക്റ്റ് ആയിരിക്കും, വേസ്റ്റിൻ്റെ അവിടെ ലൂസായിരിക്കും. പക്ഷേ ബോഡിയിൽ നിന്ന് നമ്മൾ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് തന്നെ ഡ്രസ്സ് ഇടാൻ പറ്റും. ഇപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സാണെങ്കിൽ നമ്മൾ ആൾട്ടർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ചെസ്റ്റ് റൗണ്ടും ബെസ്റ്റ് റൗണ്ടും ഒക്കെ എടുത്ത് അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ കറക്റ്റ് രേഖപ്പെടുത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരാളുടെ ചെസ്റ്റ് റൗണ്ട് 36 വിചാരിച്ചോട്ടെ, പക്ഷേ ബെസ്റ്റ് റൗണ്ട് ചിലപ്പോൾ 38 ആയിരിക്കും, ചിലപ്പോൾ 39 ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മളത് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നെഞ്ചിന് താഴേക്ക് ഡ്രസ്സ് ഇറങ്ങില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ചെസ്റ്റ് റൗണ്ടും ബെസ്റ്റ് റൗണ്ടും എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, പറഞ്ഞുതരാം. ഇത് തുണിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഏതൊക്കെ ഡ്രസ്സിന് എന്തൊക്കെ ലൂസ് നമ്മൾ കൊടുക്കണം എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും ഉടനെ. അപ്പോൾ സ്റ്റേ വിത്ത് മീ.